രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരിയെ കൊല്ലുക, ആ രാഷ്ട്രത്തെ തോൽപ്പിക്കാം, ആ രാഷ്ട്രത്തിന് ഭരണാധികാരിയെ കൊല്ലാൻ പറ്റില്ല. അവർ തിരഞ്ഞെടുത്ത ഭരണാധികാരിയാണ്. പിന്നെ ആഭ്യന്തര കലാപം എവിടെ ഉണ്ടാക്കാം, അവിടെയൊക്കെ പുതിയ ആളെയും കിട്ടും. ഇത് കേവലം രാഷ്ട്രീയ നേതാവ് മാത്രമല്ല, ഭരണാധികാരി മാത്രമല്ല, ഇതാരാണ്? നേതാവാണ്. അത് പകയായി പ്രസവിക്കും. ആ പക അവസാനിക്കൂല. കാരണം ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒന്നിലും പ്രശ്നമില്ല. ഒറ്റ പ്രശ്നമേ ഉള്ളൂ. ആര്? ആത്മീയതാവ് മാത്രം. അവർക്ക് ഖുർആനും ഹദീസും നല്ല പ്രശ്നം ആരാണ്? നേതാവ് പ്രശ്നമാണ്. അവർക്ക് നേതാവ് അവർക്ക് പ്രശ്നമാണ്. ഇങ്ങനെ നേതാവിന് വേണ്ടി ജീവിക്കുന്ന ഒരു ജനത ഷിയാക്കളെ പോലെ ഉണ്ടാവില്ല. ആത്മീയ നേതാവിന് വേണ്ടി ജീവിക്കുന്ന ഒരു ജനത ഷിയാക്കളെ പോലെ ലോകത്ത് വേറെ കാണാൻ കഴിയില്ല. അപൂർവമാണ്. അപ്പോൾ ബാക്കിയാണ്. അത് വമ്പൻ പ്രശ്നം ഉണ്ടാവും. ആ പ്രശ്നം തന്നെയാണ് ഇവരുടെ ആവശ്യം. യുദ്ധല്ല, ഫിത്നയാണത്. ഈ ലോകത്തെ പത്രം മൊത്തം നിയന്ത്രിക്കുന്നത് 6 ആളാണ്. മൊത്തം ആ 6 ആളെന്നാൽ ഒരാളാണ്. നിങ്ങൾ സാത്താൻ്റെ നവലോകക്രമം എന്നൊരു പുസ്തകമുണ്ട്. ആ പുസ്തകം ഒന്ന് വായിക്കി. ഏറ്റവും നിങ്ങൾ ആ പുസ്തകം വായിക്കി. സാത്താൻ്റെ എന്നാൽ പിന്നെ നിങ്ങൾക്ക് ഒരു എപ്സ്റ്റീൻ ഫയൽസ് ഒന്നും വേണ്ടി വരില്ല. ഞാനതിനെപ്പറ്റി ഒന്നും പറയാതെ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഈ പുസ്തകം വായിക്കി. പുസ്തകം എന്ന് ഇറങ്ങിയിട്ടുണ്ട്. സാത്താൻ്റെ നവലോകക്രമം എന്ന് എൻ്റെ പുസ്തകങ്ങൾ വായിക്കുക. പുസ്തകം ഇവിടെ ക്രിസ്റ്റലൊന്നും കൊടുത്തില്ല. ആവശ്യക്കാർക്ക് കൊടുക്കാൻ വേണ്ടി ഇവിടെ പുസ്തകം എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഉണ്ട് പുസ്തകം. നിങ്ങൾ ആ പുസ്തകം മാത്രം ഒന്ന് വായിക്കി. എപ്സ്റ്റീൻ ഫയൽസ് നിങ്ങൾ പിന്നെ വായിക്കേണ്ടി വരില്ല. നുണയല്ലാത്തൊന്നും ലോകത്തില്ല. നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനീ പറയുന്ന പ്രശ്നം ഇതൊന്നല്ല. ഇപ്പം നിങ്ങളെ ബുദ്ധിയാണ് പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞ ശക്തമായ തിരിച്ചടി ഉണ്ടാവും ഇറാൻ പറഞ്ഞിട്ടുണ്ട്. ഇറാൻ ഇപ്പോൾ പറയുന്നു ഞങ്ങൾ തിരിച്ചടിക്കും. അതൊക്കെ സാധാരണയാണ്. ആ തിരിച്ചടി നടക്കൂല എന്നൊന്നും അത് പെട്ടെന്ന് നിൽക്കുന്നൊന്നും ഞാനീ പറഞ്ഞ അർത്ഥമല്ല. പക്ഷെ ഇവിടെ ഉണ്ടാവുന്നത് പകയാണ്. ഈ പക മുസ്ലിങ്ങൾക്കിടയിൽ വിഭാഗീയ പകയുണ്ടാകലാണ്. ആരെ ലക്ഷ്യം? സയനിസ്റ്റുകളുടെ ലക്ഷ്യം. അപ്പോൾ ആ രാജ്യങ്ങൾ അശാന്തമാവും. ആ അശാന്തതയാണ് ഭയപ്പെടുന്നത്. അവർക്കിടയിൽ നീതി ഇപ്പോൾ തന്നെ നീതിയില്ല. ഉള്ള നീതി നഷ്ടപ്പെട്ടു. മനസ്സിലോണ്ട് പറഞ്ഞത് പക വന്നാൽ പിന്നെ നീതി ഉണ്ടാവില്ല. പറഞ്ഞ മനസ്സിലായ പക ഉണ്ടായാൽ എന്തില്ല? പിന്നെ നീതിയില്ല. പിന്നെ നീതിയില്ല. നീതിയില്ലെങ്കിൽ ഖുർആനും ഇല്ല. ഖുർആൻ എന്തിനാ വന്നത്? തറാവീഹ് നിസ്കരിപ്പിക്കാൻ വേണ്ടി വന്നതല്ല. ഖുർആൻ എന്തിനു വന്നാണ്? നീതി അൽപ്പാക്കാൻ മാത്രം, വേറെ ഒന്നുമില്ല. ലഖദ് അർസൽനാ റസൂലനാ ബിൽ ബയ്യിനാത്ത് വഅൻസൽനാ മഅഹുമുൽ കിതാബ വൽ മീസാൻ ലിയഖൂമ അന്നാസു ബിൽ ഖിസ്ത്. നമ്മൾ വേദഗ്രന്ഥങ്ങൾ ഇറക്കിയത് എന്തിനു വേണ്ടിയാണ്? ലിയഖൂമ അന്നാസു ബിൽ ഖിസ്ത്, ജനങ്ങൾ നീതിയോടെ വർത്തിക്കാൻ വേണ്ടിയാണ്. എന്തിറക്കിയത്? വേദഗ്രന്ഥങ്ങൾ, ഖുർആൻ അടക്കമല്ല. അപ്പോൾ വേദഗ്രന്ഥങ്ങൾ ഭൂമിയിൽ വന്നത് നീതിക്ക് വേണ്ടിയാണ്. നീതിയാണ് ആവശ്യം. പക വന്നാൽ എന്തുണ്ടാവില്ല? നീതി ഉണ്ടാവില്ല. അനീതിയോ വീണ്ടും അനീതിയോ ഉണ്ടാക്കും. അനീതിക്കൊരു പ്രശ്നമുണ്ട്. അനീതി പ്രസവിക്കും. നീതി പ്രസവിക്കൂല. അനീതി പ്രസവിക്കും. അനീതി പ്രസവിക്കും. ഒരുത്തൻ അടിച്ചാൽ മറ്റവനെ വിട്ടും. തിരിച്ചടിക്കല്ലേ? പകയാണ്. പക വന്നുപോയി. പക വന്നാൽ പിന്നെ തമ്മിലടിക്കലൊക്കെ നമ്മളെ അങ്ങാടിയിലൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും കൂടി മദ്യം പറഞ്ഞ് 2 ചായയും വാങ്ങിക്കൊടുത്ത് പിന്നെ സലാം പറഞ്ഞ് പിരിക്കും. അത് തീർന്നു അവിടെ. അതേ സമയത്ത് പകയായാലോ? തീരൂല. ഒരുത്തൻ അടിച്ചാൽ മറ്റോ പിന്നെ വെട്ടും. ഇവിടെ ഒരാളെ വെട്ടിയാൽ പിന്നെ അടുത്തത് എന്താണ്ടാവുക? 2 ആൾ വെട്ടും. 2 ആൾ വെട്ടിയാൽ 4 ആൾ വെട്ടും. ഇതെന്തിൻ്റെ ഉൽപ്പന്നമാണ്? അനീതി. അനീതി എന്തുകൊണ്ടുവരും? പക വീണ്ടും അനീതിയെ കൊണ്ടുവരും. ആ അനീതി വീണ്ടും അനീതിയെ കൊണ്ടുവരും. അനീതി വന്നു പോയാൽ കഴിഞ്ഞു. അമ്പിയാക്കളൊക്കെ വന്നത് എന്തിനു വേണ്ടിയാ? പറക്കുട്ടി എന്തിനു വന്നു അമ്പിയാക്കൾ? നീതിക്ക് വേണ്ടി മാത്രം. എന്തിനാണ്? അതാണ് ഇല്ലാതെ ആവുന്നത്. അത് ചെറിയ മോശമല്ല. ചെറിയ മോശമല്ല. രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരിയെ കൊല്ലുക, ആ രാഷ്ട്രത്തെ തോൽപ്പിക്കാം, ആ രാഷ്ട്രത്തിന് ഭരണാധികാരിയെ കൊല്ലാൻ പറ്റില്ല. അവർ തിരഞ്ഞെടുത്ത ഭരണാധികാരിയാണ്. പിന്നെ ആഭ്യന്തര കലാപം എവിടെ ഉണ്ടാക്കാം, അവിടെയൊക്കെ പുതിയ ആളെയും കിട്ടും.
ഇത് കേവലം രാഷ്ട്രീയ നേതാവ് മാത്രമല്ല, ഭരണാധികാരി മാത്രമല്ല, ഇതാരാണ്? ആത്മീയതമാണ്. അത് പകയായും പ്രസവിക്കും. ആ പക അവസാനിക്കൂല. കാരണം ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊന്നിലും പ്രശ്നമല്ല. ഒറ്റ പ്രശ്നമേ ഉള്ളൂ. ആര്? ആത്മീയതാവ് മാത്രം. അവർക്ക് ഖുർആനും ഹദീസൊന്നുമല്ല പ്രശ്നം. പ്രശ്നം ആരാണ്? നേതാവ് പ്രശ്നമാണ് അവർക്ക്. നേതാവ് അവർക്ക് പ്രശ്നമാണ്. ഇങ്ങനെ നേതാവിന് വേണ്ടി ജീവിക്കുന്ന ഒരു ജനത ഷിയാക്കളെ പോലെ ഉണ്ടാവില്ല. ആത്മീയ നേതാവിന് വേണ്ടി ജീവിക്കുന്ന ഒരു ജനത ഷിയാക്കളെ പോലെ ലോകത്ത് വേറെ കാണാൻ കഴിയില്ല. അപൂർവമാണ്. അപ്പോൾ ബാക്കിയാണ്. അത് വമ്പൻ പ്രശ്നം ഉണ്ടാവും. ആ പ്രശ്നം തന്നെയാണ് ഇവരുടെ ആവശ്യം. യുദ്ധല്ല, ഫിത്നയാണിത്. ഇത് ഫിത്നയാണ്. ഫിത്ന ഉറങ്ങിക്കിടക്കുകയാണ്. ഫമൻ ഐഖലഹ, ആരെങ്കിലും ഫിത്നയെ ഉണർത്തിയാൽ ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അവൻ്റെ മേൽ അള്ളാഹുവിൻ്റെ ശാപം ഉണ്ടായിരിക്കും. കാരണം അത് അവസാനിക്കൂല. ഫിത്ന ഉണർന്നാൽ അവസാനിക്കൂല. ഇത് ഫിത്നയാണ്. നമ്മളിപ്പോൾ എന്താ പറയാൻ പറ്റൂല. എന്ന് പറഞ്ഞില്ലേ, എനിക്ക് ചോര കരയാൻ കഴിയുമെങ്കിൽ ഞാൻ ചോരയും കരയുമായിരുന്നു. ഭയങ്കര വിഷമാണ് ഇത്തരം കാര്യങ്ങൾ. കാരണം ഇതൊക്കെ ലോകത്ത് സമാധാനം നശിപ്പിക്കും. അതാണ് അവരുടെ ആവശ്യം. പ്രത്യേകിച്ച് ഇവരൊക്കെ ലക്ഷ്യം എന്താണെന്നറിയോ? അവരുടെ മാനം കീറിയിട്ടുണ്ട്. എപ്സ്റ്റീൻ ഫയൽസ് പുറത്തു വന്നപ്പോൾ ഇനി ശ്രദ്ധ തിരിച്ചു വിടണം. ഇപ്പൊ ലോകത്തെ ശ്രദ്ധ അതാണ്. ശ്രദ്ധ തിരിച്ചു വിടണം. അതാണ് ഇത്ര പെട്ടെന്ന് ഇത് ഉണ്ടാക്കിയത്. ഇവർ മാനം ഇവർക്കില്ല. ഉള്ള മാനവും കീറി. നീ ലോകത്തിന്റെ ശ്രദ്ധ അവർക്ക് തിരിച്ചുവിടണം. ഇതൊക്കെ കരുതി കൂട്ടി ചതികളാണ്. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ചതിയാണ് ഇതൊക്കെ. മൊത്തം ചതിയാണ് ജനങ്ങളെ. കാണുന്നൊക്കെ ചതിയാണ്. ഭയാനകമായ ചതികളാണ്. ഇതന്നെ അള്ളാഹു തആല ഇതിനൊക്കെ പരിഹാരം ഉണ്ടായി. റബ്ബിനല്ലാതെ ഇതിനൊന്നൊരു പരിഹാരം ഉണ്ടാക്കാനോട് കഴിയൂല്ല. റബ്ബിനോട് എല്ലാവരും ദുആ ചെയ്തോടി. ലോകത്തൊരു സമാധാനം ഉണ്ടാവാൻ. സമാധാനം ഉണ്ടായില്ലെങ്കിലും ഉണ്ടാകില്ലെങ്കിലും നിങ്ങൾക്ക് അത് ആഗ്രഹിച്ച പോലിട്ടുമല്ലോ. മല്ലം യഹ്തമ്മ ബി ഉമൂരിൽ മുസ്ലിമീന ഫലൈസ മിൻഹു. മുസ്ലിങ്ങളെ പൊതുകാര്യത്തിൽ ഒരാൾക്ക് വിഷമം തോന്നിയില്ലെങ്കിൽ അയാൾ മുസ്ലിങ്ങളിൽ പെട്ടവനല്ല. മല്ലം യഹ്തമ്മ ബി ഉമൂരിൽ മുസ്ലിമീന. കുട്ടികൾ എഴുതിച്ചോടെ ഹദീസ്. മല്ലം യഹ്തമ്മ ബി ഉമൂരിൽ മുസ്ലിമീന ഫലൈസ മിൻഹു. മല്ലം യഹ്തമ്മ ബി ഉമൂരിൽ മുസ്ലിമീന ഫലൈസ മിൻഹു. മുസ്ലിങ്ങളുടെ പൊതുകാര്യങ്ങൾ ഒരാൾക്ക് വിഷയമായി തോന്നിയില്ലെങ്കിൽ ഫലൈസ മിൻഹും, അവൻ മുസ്ലിങ്ങളിൽ പെട്ടവനല്ല എന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയ പ്രശ്നങ്ങൾ. നന്മ ആഗ്രഹിക്കുന്ന മനുഷ്യന്മാർക്കൊക്കെ ഇതിൽ ക്ഷീണം വരും. എല്ലാവർക്കും മിഡിൽ ഈസ്റ്റിൽ മൊത്തം വരും. അതെല്ലാം മതക്കാരും ബാധിക്കും. എല്ലാവരും ബാധിക്കും. ഇത് തമാശയല്ല. ഇതൊരു മതത്തിലും വിഭാഗത്തിലും മാത്രം പെടുന്നതല്ല. വലിയ പ്രശ്നങ്ങൾ പ്രയാസങ്ങളുണ്ടാവും. പലതരം പ്രയാസങ്ങളുണ്ടാവും. ഇത് വലിയ പ്രശ്നമാണ്. ആത്മീയതയെ തൊടാൻ പാടില്ല. നെപ്പോളിയൻ ഈജിപ്തിലേക്ക് വന്നപ്പോൾ അസ്ഹർ ഷരീഫ് നിർത്തി. 1799 നെപ്പോളിയൻ ഈജിപ്ത് ആക്രമിച്ചപ്പോൾ നെപ്പോളിയൻ എന്ത് ചെയ്തു? നെപ്പോളിയൻ അല്ല സത്യത്തിൽ അത് നിർത്തിയത്. ക്ലാപ്പർ എന്നത് അയാളുടെ സുപ്രീം കമാൻഡറായിരുന്നു. ഈജിപ്തിലേക്കുള്ള പട്ടാളത്തിൻ്റെ സുപ്രീം കമാൻഡറായിരുന്നു ക്ലാപ്പർ. ആരുടെ? നെപ്പോളിയൻ്റെ. 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ഭാഗം. പിന്നീട് ഫ്രാൻസിൽ ആഭ്യന്തര കലാപം ഉണ്ടായപ്പോൾ 1800-ന്റെ തുടക്കത്തിൽ നെപ്പോളിയൻ നേരിട്ട് പട നയിച്ചു വന്നതാണ്. പിന്നെ ക്ലാപ്പറെ ഇവിടെ നിർത്തിയിട്ട് നെപ്പോളിയൻ ഫ്രാൻസിലേക്ക് തിരിച്ചുപോയി. ക്ലാപ്പറാണ് ഇത് നിർത്തിയത്. അസ്ഹർ ഷരീഫിലെ പഠനങ്ങളൊക്കെ ക്ലാപ്പർ നിർത്തി. ക്ലാപ്പർ ഒരു നിലക്ക് വർഗീയവാദിയാണ്. നെപ്പോളിയൻ വർഗീയവാദിയൊന്നല്ല. നെപ്പോളിയൻ ഒരു സത്യാന്വേഷിയാണ്. നെപ്പോളിയനെ പറ്റി കഴിഞ്ഞൊരു പ്രസംഗം ഞാൻ കഴിഞ്ഞ കൊല്ലം നടത്തിയിട്ടുണ്ട്. ഇല്ലേ? നെപ്പോളിയൻ ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ടല്ലോ. അലി ബോണപ്പാർട്ട് എന്ന പേര് സ്വീകരിച്ചാൽ മരിക്കുന്നത്. സെയിൻറ്റ് ഹെലേനാസ് ദ്വീപിൽ വെച്ച് മരിച്ചു എന്നാണ്.
അയാളുടെ ചിന്തയുടെ വ്യതിയാനമായിരിക്കാം പിന്നീട് ഈ യൂറോപ്പ് അയാളുടെ മൊത്തത്തിലെതിരാകാൻ കാരണമെന്നൊക്കെ പല ചരിത്ര ചിന്തകന്മാർക്കും അഭിപ്രായമുണ്ട്. ഏതായാലും അസർ ഷെരീഫിലെ പഠനം വരെ ക്ലാപ്പർ നിർത്തി. അപ്പോൾ അസർ ഷെരീഫ് എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കായ കൊല്ലം ദീനി പ്രബോധനം നടത്തുന്ന ദീൻ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ് അസർ ഷെരീഫ്. അവിടുത്തെ പഠിപ്പ് നിർത്തി, അസർ നിർത്തി. അത് മുസ്ലിങ്ങളെ ഭയങ്കര പ്രതികൂലമായി ചിന്തിപ്പിച്ചു. പിന്നീട് ക്ലാപ്പർ 1803 ഒരു തോട്ടത്തിൽ ക്ലാപ്പർ വിശ്രമിക്കുമ്പോൾ ഒരാൾ പോയിട്ട് കുത്തിക്കൊന്നു. പക. മനസ്സിലായില്ല? പക. ആരോടുള്ള പക? ക്ലാപ്പറോട്. എന്തുകൊണ്ട് ക്ലാപ്പറോട് അങ്ങനെ പക ഉണ്ടായി? ക്ലാപ്പർ എന്ത് നിർത്തി? അസറിലെ പഠിപ്പ് നിർത്തി. ഇന്നിപ്പോൾ നമ്മളെ ഒരു കോളേജിലെ പഠിപ്പ് നിർത്തുമ്പോൾ നമ്മളെ വിഷമം എത്രയാണ്? നമ്മൾ അന്നം റേഷൻ കിട്ടിയില്ലെങ്കിലും അന്നോ റേഷൻ കിട്ടി പള്ളിയിൽ ഇനി ദർസ് കണ്ട അല്ലെങ്കിൽ പള്ളിയിൽ നിസ്കരിക്കാൻ പാടില്ല പറഞ്ഞാൽ അവിടെ നമ്മൾ സഹിക്കാൻ കഴിയില്ല. റേഷൻ വെട്ടിയാലും പ്രശ്നമില്ല. അങ്ങനെ തന്നെയല്ലേ? അത് നമുക്ക് സഹിക്കാൻ കഴിയില്ല. കാരണം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെ നിലനിൽപ്പന്നെ എന്തുമ്മലാണ്? ദീനി വിജ്ഞാനമാണ്. വിജ്ഞാനം അല്ലെങ്കിൽ ജീവിക്കാൻ മുസ്ലിമിന് കഴിയില്ല. അത് നിർത്തിയാൽ ആ പക ക്ലാപ്പറെ കുത്തിക്കൊന്നു. അതായത് ക്ലാപ്പർ എന്നാൽ അവരുടെ ഈജിപ്തിലേക്കുള്ള സൈന്യത്തിൻ്റെ സുപ്രീം കമാൻഡറാണ് ക്ലാപ്പർ. അപ്പം അയാൾക്ക് എത്ര ബോഡി ഗാർഡ് ഉണ്ടാവും? ഈ ബോഡി ഗാർഡിനൊക്കെ മറികടന്ന് തോട്ടത്തിൽ വിശ്രമിക്കുമ്പോൾ ഒരു മനുഷ്യൻ തോട്ടത്തിലേക്ക് നുഴഞ്ഞ് കയറിയിട്ട് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഉടുമ്പ് എഴയും പോലെ എഴഞ്ഞു പോയിട്ടാണ് കൊന്നത്. ആരെ? ക്ലാപ്പർ. കാരണം പക. ഇതാണ് പക. ഈ ആത്മീയതയെ തൊട്ടൊക്കെ പക ഉണ്ടാവും. ആ പക അവസാനിക്കൂല. അത് വേറെ അത് സാധാരണ നിസ്സാര സംഭവമല്ല. അത് ഭയങ്കര അത് ഭയങ്കര. ഗുരുവായൂർ അമ്പലത്തിലേക്ക് ഒരു ആൾ കല്ലെടുത്തെറിഞ്ഞാൽ, ആര് കല്ലെടുത്തെറിഞ്ഞാലും അതിൽ പ്രശ്നം ഉണ്ടാവുമല്ലേ? ഉണ്ടാവുമല്ലോ. ഒരു കളിക്കളത്തിൽ കല്ലെടുത്തെറിയാലും തല്ലുണ്ടാക്കലും പ്രശ്നമല്ല, ദിവസം ഉണ്ടാകുന്നതാണ്, പ്രശ്നം തന്നെയില്ല. അതേസമയത്ത് ഗുരുവായൂർ അമ്പലത്തിലേക്ക് ഒരാൾ കല്ലെടുത്തെറിഞ്ഞു, പൊന്നാനി പള്ളിക്ക് ഒരാൾ കല്ലെടുത്തെറിഞ്ഞു, അത് പ്രശ്നമല്ലോ. തിരുവങ്ങാടിയിലെ മുദരിസാണ് ആലി മുസ്ലിം. തിരുവങ്ങാടി ബ്രിട്ടീഷ് പട്ടാളം പറഞ്ഞു എന്നുള്ളതാണ് മലബാർ കലാപത്തിൻ്റെ അടിസ്ഥാന കാരണം. തിരൂരങ്ങാടി പള്ളിയിലെ മുദരിസാണ് ആര്? ആലി മുസ്ലിം. തിരുവങ്ങാടി പള്ളി മുദരിസാണ്. തിരുവങ്ങാടി പള്ളി ബ്രിട്ടീഷ് പട്ടാളം വളഞ്ഞു എന്ന് കേട്ടപ്പോൾ ജനം അങ്ങോട്ട് ഒഴുകി. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഒരു പഴയ 10-90 വയസ്സുള്ള ഒരു മനുഷ്യൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, മഞ്ചേരിയും നെല്ലിക്കുത്തും പൂക്കോട്ടൂരും ഒക്കെ ഉള്ള ആളുകൾ കഞ്ഞി രാവിലെ പണിക്ക് പോയിട്ട്, അത് പാടത്ത് പറമ്പിൽ പണിയാണല്ലോ അന്നത്ത്, പണിക്ക് പോയിട്ട് 9 മണിക്ക് ഒരു ചെറിയ കഞ്ഞി കുടിക്കാൻ വേണ്ടി വരും. ആ കഞ്ഞി കുടിക്കാൻ വരുമ്പോൾ കിട്ടുന്ന വിവരമാണ് റോട്ടുമ്മ കൂടി ആരോ വിളിച്ചറിഞ്ഞ് പോകുന്നുണ്ട്. എന്ത്? ആലി മുസ്ലിയാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബ്രിട്ടീഷ് പട്ടാളം തിരുവങ്ങാടി പള്ളി വളഞ്ഞു പറഞ്ഞപ്പോൾ ചില മനുഷ്യന്മാർ, ആ കഞ്ഞിൻ്റെ മുന്നിലിരിക്കുന്ന മനുഷ്യന്മാർ, ഇനി ഈ കഞ്ഞി എനിക്ക് ഹറാമാണ് എന്ന് പറഞ്ഞ് കഞ്ഞിൻ്റെ പാത്രം നീക്കി വെച്ചോടി. അതിൽ 90% പിന്നെ തിരിച്ചു വന്നില്ല. അതുപോലെ ബ്രിട്ടീഷ് പട്ടാളം കൊന്നു. ഇത് ആത്മീയതയെ തൊടലാണ്. ഭാര്യ മുന്നേറ്റം പിടിക്കുകയാണെങ്കിൽ പ്രശ്നമില്ല. ആരെ പിടിച്ചു? ആലി മുസ്ലിയാർ ആത്മീയതാവാണ്, അപ്രശ്നമാണ്. അതൊന്നല്ല ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം. ഷിയാക്കള ആത്മീയ നേതാവ് പറഞ്ഞാൽ അവർക്ക് വേദന തന്നെയാണ് പറയണത്. ഇവിടെ പ്രശ്നം അതാണ് ഞാൻ ഭയപ്പെടുന്നത്. നിങ്ങളടുത്ത് വേഗം ഒരു ക്ലാസ് ഇറക്കും. എന്ത്? കാസിമി ഷിയാണെന്ന് വീണ്ടും ബോധ്യപ്പെട്ടു. കാരണം അയാൾക്ക് കാലിയെ കമ്നായേക്കുന്നത് അയാൾക്ക് സഹിച്ചില്ല. അടുത്തൊന്നും ഈ പ്രശ്നം തീരില്ല. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പകയാണ്, പക ഉണ്ടാക്കും. ഒരിക്കലും ആത്മീയതയെ തൊട്ട് കളിക്കരുത്, അത് പക ഉണ്ടാക്കും. ഇന്ത്യ രാജ്യം എന്തുകൊണ്ടാണ് കോൺഗ്രസ് നഷ്ടപ്പെട്ടു പോയത്? കോൺഗ്രസ് നഷ്ടപ്പെടുത്തിയതാണ്. കോൺഗ്രസിന് പെട്ടെന്ന് തിരിച്ചു വരാനും കഴിയില്ല. എന്താ കാരണം? കോൺഗ്രസ് നഷ്ടപ്പെടുത്തിയതാണ്. ഇന്ത്യ രാജ്യം കോൺഗ്രസ് നഷ്ടപ്പെടുത്തിയതാണ്. എന്താ കാരണം? എന്താ കാരണം? ബാബരി മസ്ജിദിൽ വർഗീയവാദികൾക്കിരിപ്പോൾ കോൺഗ്രസ് നിർവികാരരായി നോക്കുന്നു. അതന്നെ പ്രശ്നം. അത് പ്രശ്നമാണ്. അത് ആത്മീയതയിൽ തൊടലാണ്. അത് തൊടലാണ്. എന്തിന്?
ഇപ്പോഴൊരു അമ്പലത്തിൽ ഒരു വിഭാഗം ആളുകൾ ഇരച്ചു കയറിയപ്പോൾ BJP സർക്കാർ നോക്കിയെന്ന് സങ്കല്പിക്കുക, ആ സർക്കാർ പിന്നെ മുന്നോട്ട് പോകാൻ കഴിയില്ല. പറഞ്ഞു ഇത് ഏത് വിഭാഗത്തിന് ആത്മീയത എങ്ങനെയാണ്? ആത്മീയതയിൽ തൊടാൻ പാടില്ല. ഞാൻ പറഞ്ഞാൽ BJP എന്ന് പറഞ്ഞ ഹൈന്ദവ മെജോറിറ്റിക്ക് വേണ്ടി ഉണ്ടാക്കിയൊരു സംഘടനയല്ലേ. ഞാൻ ആ സംഘടന നിഷേധിക്കുന്നില്ല. മുസ്ലിങ്ങൾക്ക് സംഘടിക്കാൻ അവകാശമുണ്ടെങ്കിൽ ഹിന്ദുക്കൾക്ക് സംഘടിക്കാൻ അവകാശമുണ്ട്. ഞാനതിനെതിരല്ല, ഞാൻ BJPക്ക് പോലും എതിരല്ല. അത് മനുഷ്യർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുമ്പോഴാണ് പ്രശ്നം. അപ്പൊ നിങ്ങൾ ഇത് തമാശയല്ലേ? ഭയങ്കര പ്രശ്നം. ഞാൻ ഇത് പറയാൻ വന്നതല്ല, പക്ഷെ ഞാനിത് പറഞ്ഞു, എൻ്റെ മനസ്സിന് വേദനയായി പറയുന്നത്. ഇതൊന്നും അവസാനിക്കണത് നമ്മൾക്ക് വെട്ടികളായി പോയതുമാണ്. നിങ്ങൾ പറഞ്ഞു ആത്മീയതയിൽ ഒരാൾ തൊടരുത്. ആത്മീയതയിൽ തൊടാനേ പാടില്ല. ആത്മീയതയിൽ തൊട്ട പ്രശ്നമുണ്ടാവും, അപ്പോൾ ആ പ്രശ്നം അവസാനിക്കൂല. ഞാൻ പറഞ്ഞല്ലോ 1992 പ്രശ്നം. കോൺഗ്രസ് പിന്നെയും ഭരിച്ചിട്ടുണ്ട്, പക്ഷേ കോൺഗ്രസ് അധികാരം നഷ്ടപ്പെടുത്തി. കോൺഗ്രസിന് അതിനെ പെട്ടെന്ന് തിരിച്ചു കിട്ടുകയുമില്ല, അങ്ങനെ നിങ്ങൾ വിചാരിക്കണ്ട. കാരണം കോൺഗ്രസ് അതായത് അവർ എല്ലാ നിഷ്പക്ഷവാദികളും ഇതിനെതിരായിരിക്കും. കാരണം ആത്മീയതയെ തൊടാൻ പാടില്ല. ഇന്ത്യൻ മനസ്സാണ് പൊതുവെ നിഷ്പക്ഷ മനസ്സാണ്. കരുതിക്കൂട്ടി BJP അധികാരം നേടിയതല്ല, കോൺഗ്രസ് അധികാരം നഷ്ടപ്പെടുത്തിയതാണ്. അപ്പൊ പിന്നെ സ്വാഭാവികമായി ആർക്ക് കിട്ടി? BJP കിട്ടിയ അധികാരമേ ഉള്ളൂ. BJPയുടെ മനസ്സല്ല ഇന്ത്യൻ മനസ്സ്, അതും ഞാൻ പറഞ്ഞുതരാം. ഇന്ത്യയിലെ ഭൂരിപക്ഷം ഹിന്ദുക്കളുടെ മനസ്സും BJP മനസ്സല്ല. അങ്ങനെ നമ്മൾ വിചാരിക്കേ വേണ്ട. BJP അധികാരത്തിൽ നിന്ന് കൊല്ലങ്ങൾ എത്ര കഴിഞ്ഞു, ഇപ്പോഴും ജനങ്ങൾ നിഷ്പക്ഷമായി നിൽക്കല്ലേ? എന്തൊക്കെ വർഗീയത കളിക്കാൻ നോക്കി അല്ലേ? അങ്ങനെ തന്നെയല്ലേ? പ്രഭാഷണ മധ്യേ ഒരു പള്ളിയിലെ ഉസ്താദ് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് അനുകൂലമായി പറഞ്ഞപ്പോൾ എത്ര ഹൈന്ദവ സഹോദരങ്ങളാണ് അതിനെ സ്വാഗതം ചെയ്തത്. കാരണം മനുഷ്യരുടെ മനസ്സ് ധ്രുവീകരണം ഉണ്ടാകരുത്, എല്ലാ മതങ്ങളും യോജിച്ചു പോകണം, എല്ലാത്തിനും ആത്മീയത തന്നെയാണ്. അപ്പം ആറ്റുകാൽ പൊങ്കാല എന്ന് പറഞ്ഞാൽ ഹൈന്ദവരെ സംബന്ധിച്ചിടത്തോളം അതൊരു ആത്മീയമായ അവരുടെ ഒരു കർമ്മമാണ്. മനസ്സിലാകാൻ പറ, അതിനൊക്കെ അതിൻ്റെ വില കൊടുക്കേണ്ടതുണ്ട്. അതിൻ്റെ വില കൊടുക്കണം. അതൊരു വിഭാഗത്തിൻ്റെ ആത്മീയമായ അവരുടെ ആത്മീയ ചൈതന്യത്തിൻ്റെ ഊർജമാണ് ആറ്റുകാൽ പൊങ്കാല എന്ന് വിശ്വസിക്കുന്ന ലക്ഷക്കണക്കായ ആളുകൾ കേരളത്തിലും തമിഴ്നാട്ടിലുണ്ട്. അപ്പൊ അതിന് അവർ വരുന്ന ആളുകൾക്ക് വേണ്ടി സൗകര്യം ചെയ്തു കൊടുക്കണം എന്നൊരു പള്ളിയിലെ ഉസ്താദ് പറഞ്ഞു. ആര് എന്ത് എവിടെ നിന്നൊന്നുമല്ല, അതിന്റെ പിക്കും ഇതൊന്നല്ല ഞാൻ പറയണത്, പറഞ്ഞല്ലോ. അപ്പോഴത്തേന് എത്ര ആളുകളാണ് സ്വാഗതം ചെയ്ത്? സ്വാഗതം ചെയ്യും വേണം. എന്തുകൊണ്ട്? മനസ്സൊക്കെ എപ്പോഴും എല്ലാവരുടെയും ഇതൊന്നും ഉണ്ടാവരുത് എന്ന് വിചാരിക്കുന്നതിന് മനസ്സാണ് പൊതുവെ ഇന്ത്യൻ മനസ്സ്. അതിനെ നശിപ്പിച്ചു. ആര് നശിപ്പിച്ചു? മാതൃഭൂമിയാണ്. മാതൃഭൂമി ഏറ്റവും കൂടുതൽ വേദനാജനകമായ റിപ്പോർട്ടുകൾ അന്ന് പ്രസിദ്ധീകരിച്ച മാതൃഭൂമിയാണ്. മാതൃഭൂമി എന്ന് പറഞ്ഞാൽ ഒരു ഹൈന്ദവ തറവാടിലെ പത്രമാണല്ലോ. 1992 ബാബരി മസ്ജിദ് പൊളിച്ചതുമായി ബന്ധപ്പെട്ട് ഏറ്റവും വേദനാജനകമായ റിപ്പോർട്ടുകളും എഡിറ്റോറിയലും എഴുതിയത് ആരാണ്? ഇന്ത്യ രാജ്യത്ത് ശേഷിക്കുന്ന കറുത്ത പാട് അന്ന് എഴുതിയത് മാതൃഭൂമി എഴുതിയത്. മാതൃഭൂമി മുസ്ലിം പത്രമല്ലല്ലോ, അത് എന്താണ് ഒരു ഹൈന്ദവ തറവാട്ടിലെ പത്രമല്ലേ മാതൃഭൂമി. പക്ഷെ അവർക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? ഇന്ത്യൻ മനസ്സ് വർഗീയല്ല. കോൺഗ്രസ് കരുതിക്കൂട്ടി ഇന്ത്യയെ നഷ്ടപ്പെടുത്തി. കോൺഗ്രസിന് പെട്ടെന്ന് തിരിച്ചു വരാൻ കഴിയുമെന്ന് കോൺഗ്രസ് വിചാരിക്കാനുണ്ട്. കാരണം നഷ്ടപ്പെടുത്തിയതാണ്. എന്ന് നഷ്ടപ്പെടുത്തി? 1992 നഷ്ടപ്പെടുത്തി. എന്തുകൊണ്ട്? ആത്മീയതയിൽ തൊടാൻ പാടില്ല. അത് ഉഭയകക്ഷി ചർച്ചകളിലൂടെ പെട്ടെന്ന് പരിഹരിക്കണമായിരുന്നു. പക്ഷേ ആ ഒരു സാഹചര്യത്തിനനുസരിച്ച് ഉയരാൻ അന്ന് കോൺഗ്രസിന് കഴിഞ്ഞില്ല. കുറ്റവാളിയായ വ്യക്തി അന്ന് പ്രധാനമന്ത്രിയായിരുന്നു നരസിംഹറാവു. അന്ന് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു കുറ്റവാളിയായ പ്രധാനമന്ത്രിയാണ്. ഇന്ത്യയുടെ ചൈതന്യം നശിപ്പിച്ചത് അയാളാണ്. ഞാനിവിടെ പറഞ്ഞു കൊണ്ടുവരുന്നത് നിങ്ങൾ ഗൗരവമായി ചിന്തിക്കണം. ആത്മീയതയെ തൊട്ട് കളിക്കാൻ പാടില്ല. അത് വേദനാജനമാണ്. അതാരുടേതാണെങ്കിലും വേദനാജനകമാണ്. എല്ലാവരെയും ആത്മീയതയിൽ ബഹുമാനിക്കണം. ആത്മീയ നേതാക്കളെ ബഹുമാനിക്കണമല്ലോ. ആത്മീയ നേതാക്കളെ ബഹുമാനിക്കണം.
മുസ്ലിം ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ കാലത്ത് മുസ്ലിം ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ മുസ്ലിം ലോകത്ത് ഈ അടുത്ത ഈ നൂറ്റാണ്ടിൽ മരിച്ചുപോയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്, പിന്നെ ആത്മീയ നേതാവാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് നാസിം ഹഖാനി. അദ്ദേഹം പോപ്പിനെ കാണാൻ പോയൊരു സംഭവം ഉണ്ട്. പോപ്പിനെ കാണാൻ പോയി. അതായത് മുസ്ലിം നേതാവാണ്. ഇവർ തമ്മിൽ കാണിച്ച ബഹുമാനം, ഏറ്റവും കൂടുതൽ ബഹുമാനം കാണിച്ചത് നാസിം ഹഖാനിയാണ്. അദ്ദേഹം മുസ്ലിം ലോകത്തെ ഒരു കറകളഞ്ഞ നേതാവാണ്. നഖ്ശബന്ദി തരീഖത്തിൻ്റെ ഷെയ്ഖാണ് ആര്? നാസിം ഹഖാനി. അദ്ദേഹത്തിൻ്റെ മകൻ ആദിൽ ഹഖാനിയാണ് ഇപ്പോൾ നഖ്ശബന്ദി തരീഖത്തിൻ്റെ ഷെയ്ഖ്. അദ്ദേഹം പോപ്പിനെ കാണാൻ പോയൊരു സംഭവമുണ്ട്. പോപ്പിൻ്റെ മുന്നിൽ തല താഴ്ത്തി നിന്ന് പോപ്പിനെ ബഹുമാനിച്ച പോകുന്നത്. എന്തുകൊണ്ട്? അൻസിലിൻ നാസമനാസിലവും ആ വിഭാഗത്തിന് ആത്മീയ നേതാവാണത്. അവരെ ബഹുമാനിക്കൽ ഒരു മുസ്ലിമിൻ്റെ കടമയാണ്. ഒരു മുസ്ലിമിൻ്റെ കടമയാണ്. ഒരു മുസ്ലിമിൻ്റെ കടമയാണ്. അപ്പോൾ ആ ബന്ധം ഊട്ടിയുറപ്പിക്കും. അതുകൊണ്ട് എന്താ ഉണ്ടായത്? നന്മ മാത്രം. മനസ്സിലായില്ല? നാസിം ഹഖാനി പോപ്പിനെ കണ്ടപ്പോൾ തല താഴ്ത്തി ബഹുമാനിച്ച് വളരെ വിനയത്തോടെ സംസാരിച്ച് അവർക്കിടയിൽ വലിയൊരു ബന്ധം ഉണ്ടാക്കിയത് കൊണ്ട് എന്തുണ്ടായി? എന്തുണ്ടായി? എന്തായാലും ഉണ്ടായത് നന്മ മാത്രം. എന്താണ് നന്മ? കാത്തലിക് ക്രിസ്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം ലോകത്തൊരു മെജോറിറ്റി വിഭാഗമാണത്. അവരും മുസ്ലിങ്ങളും തമ്മിൽ ഉള്ള ബന്ധം ഒന്നുകൂടെ ശക്തമായി. അതേ സമയത്ത് ഒരു ക്രിസ്ത്യാനിയായ രാഷ്ട്രീയ നേതാവിനെ അങ്ങനെ ബഹുമാനിച്ചോളുന്നില്ല, തിരിഞ്ഞിട്ടില്ല. ഒരു ക്രിസ്ത്യാനിയായ രാഷ്ട്രീയ നേതാവിനെ അങ്ങനെ, ഒരു മുസ്ലിമായ രാഷ്ട്രീയ നേതാവിനെയോ ഒരു ഹിന്ദുവായ രാഷ്ട്രീയ നേതാവിനെയോ മുസ്ലിമായ രാഷ്ട്രീയ നേതാവിനെയോ പോലും, ക്രിസ്ത്യാനിയായ രാഷ്ട്രീയ നേതാവിനെ പോലും നാസിം ഹഖാനെ പോലെയുള്ള ആത്മീയതയിൽ മുങ്ങിക്കുളിച്ചൊരു മനുഷ്യൻ ബഹുമാനിക്കൂല. എന്തുകൊണ്ട്? മുലൂക്കിനെ ബഹുമാനിക്കേണ്ട ആവശ്യം പണ്ഡിതനില്ല. അതേസമയം അതല്ല. ഈ മനുഷ്യൻ ആരാണ്? ആത്മീയതാവാണ്. ആത്മീയതയിൽ തൊട്ടാൽ മനുഷ്യന്മാർ തമ്മിലാകിലും. ആത്മീയതയെ പരസ്പരം ബഹുമാനിച്ചാൽ സ്വീകരിക്കും.